ദൈവത്തിന് നാമത്തിൽപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിലുള്ള ദൈവം ഈ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് എങ്ങനെ സ്വയം വെളിവാകുന്നു, അതോടൊപ്പം തന്നെ അത് മുഖാന്തരം ജനങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുന്നു, സ്വർഗത്തിലെ പിതാവിന് പ്രയോറിറ്റി കൊടുക്കുന്ന സിറ്റുവേഷനിലേക്ക് എങ്ങനെ വരുന്നു. അപ്പം അത് മുഖാന്തരം ഉള്ള കുറച്ച് ആൾക്കാരെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെയധികം ഡിസ്കസ് ചെയ്യാത്തതും വളരെ പോപ്പുലർ അല്ലാത്തതുമായ ഒരു വ്യക്തിയാണ് പത്രോസ്ലീഹായുടെ അമ്മായിയമ്മ. 3 സുവിശേഷങ്ങളിലും, മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഒരു സംഭവ കഥയാണ് ഇത്. പക്ഷേ എന്നിരുന്നാൽ ഈ 3 സുവിശേഷങ്ങളിലും 2-3 വാക്യങ്ങളിൽ ഈ സംഭവം ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഇത് കാണാം. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു ദിവസം യേശുക്രിസ്തു പത്രോസ്ലീഹായുടെ ഭവനത്തിൽ വരുമ്പോൾ അമ്മായിയമ്മ ഉയർന്ന പനി മുഖാന്തരം കിടപ്പിലാണ്. യേശുക്രിസ്തു വരുന്നു, അവരുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. പെട്ടെന്ന് പനി മാറുന്നു, സൗഖ്യം പ്രാപിക്കുന്നു. അവർ യേശുക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും ശുശ്രൂഷിക്കുന്ന ആ ജോലിയിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇതാണ്, ഇത്രയുമേ ഉള്ളൂ സംഭവം. നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം യോഹന്നാൻ സ്നാപകനാൽ സ്നാനപ്പെടുന്നു, സാത്താനാൽ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം തൻ്റെ ജോലി ആരംഭിക്കുമ്പോൾ, അതായത് കിങ്ഡം ഓഫ് ഗോഡ് അതിനെപ്പറ്റി സംസാരിച്ച് വരുമ്പോഴാണ് തുടക്ക സമയത്ത് 12 ശിഷ്യന്മാരെ പോലും തിരഞ്ഞെടുത്തിട്ടില്ല. ആകെ 4 ശിഷ്യന്മാരെ കൂടെയുള്ളൂ. അതായത് സഹോദരന്മാരായ അന്ത്രയോസും പത്രോസും, അടുത്ത 2 സഹോദരന്മാരായ യാക്കോബ് സ്ലീഹായും യോഹന്നാനും, ജെയിംസ് ആൻഡ് ജോൺ. ഈ 4 പേരേ ഉള്ളൂ അടുത്ത ശിഷ്യന്മാരായിട്ട്. അപ്പോൾ ഇവരുമായിട്ടൊരു ദിവസം കബർന്നഹൂക്കിലുള്ള സിനഗോഗിൽ വരുന്നു. അവിടെ യേശുക്രിസ്തു ജനങ്ങളുടെ അടുക്കെ സംസാരിക്കുന്നു. സ്ക്രിപ്ചേഴ്സിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും സംസാരിക്കുന്നു. പക്ഷെ ജനങ്ങൾ വ്യക്തമായി കണ്ട ഒരു കാഴ്ച, യേശുക്രിസ്തുവിൻ്റെ സംസാരം സാധാരണ സ്ക്രിപ്ചേഴ്സിൽ നിന്ന് സംസാരിക്കുന്ന സ്ക്രൈബ്സ് സംസാരിക്കുന്ന പോലെയല്ല. ഇദ്ദേഹം ഹി സ്പീക്സ് വിത്ത് അതോറിറ്റി. അതായത് നല്ല കൺവിക്ഷനോടുകൂടി, നല്ല ആധികാരികമായിട്ട് ഈ സ്ക്രിപ്ചേഴ്സിൽ നിന്ന് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ആ സംസാരത്തിന് ശേഷം ആ സിനഗോഗിലുണ്ടായിരുന്ന ഒരു വ്യക്തി, ഭൂതഗ്രസ്തനായ ഒരു വ്യക്തി പറയുന്നു, നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? ഞങ്ങളെയൊക്കെ ഇവിടുന്ന് പുറത്താക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ ഒക്കെ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ഭൂതത്തെ ഇറക്കി വിടുകയും ചെയ്യുന്നു. ഇതിനകത്തുനിന്ന് വഴി തെറ്റിയാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ട്, ഭൂതത്താൽ ഗ്രസിക്കപ്പെട്ട മനുഷ്യരും ദേവാലയത്തിൽ വരും എന്നുള്ളതൊരു വാസ്തവമാണ്. ഭൂതങ്ങളും ദേവാലയത്തിൽ വരും. ഇവിടെ സിനഗോഗിൽ വെച്ചാണ് ഒരു വ്യക്തി, ഭൂതഗ്രസ്തനായ ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ഭൂതഗ്രസ്തരായ ആൾക്കാരും പള്ളിയിൽ വരും. അത് ഒരു അസ്വാഭാവികമായിട്ടുള്ള, പള്ളി ഒരു വിശുദ്ധന്മാരുടെ മാത്രമുള്ള സ്ഥലമല്ല എന്നുള്ള കാര്യം ഞാൻ ഇത്തരണത്തിൽ പ്രതിപാദിക്കുകയാണ്. അപ്പം ഈ അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ആധികാരികമായ സംസാരവും ഭൂതത്തെ പുറത്താക്കുന്ന ആ കഴിവുകളുമൊക്കെ കണ്ട് യേശുക്രിസ്തുവിൻ്റെ പ്രശസ്തി ലോകമാകെ പരന്നു, അല്ലെങ്കിൽ ആ പ്രദേശമാകെ പരന്നു. ഈ സംഭവത്തിന് ശേഷമാണ് അന്ന് വൈകിട്ട് അദ്ദേഹം പത്രോസ്ലീഹായുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴാണ് അമ്മ അവശയായിട്ടിരിക്കുന്നത് കാണുന്നതും ഉടൻ തന്നെ സൗഖ്യം കൊടുക്കുന്നതും. അപ്പോൾ സൗഖ്യം കൊടുത്തതിന് ശേഷം ഇവരുടെ ജീവിതം പെട്ടെന്ന് മാറുകയാണ്. ഉടൻ തന്നെ ശുശ്രൂഷയിലേക്ക് കടന്നു ചെല്ലുന്നു, ഇവരെ ശുശ്രൂഷിക്കുവാൻ ചെല്ലുന്നു. എൻ്റെ ഒരു ചിന്താഗതിയിൽ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് വെറും ഭവനത്തിൽ വരുന്ന ഒരു വിശിഷ്ട അതിഥിയെ ശുശ്രൂഷിക്കുന്നതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. യേശുക്രിസ്തുവിൻ്റെ തുടർന്നുള്ള പരസ്യ ശുശ്രൂഷയിൽ
ഇവർക്ക് നല്ല രീതിയിൽ ആത്മീയമായ ശുശ്രൂഷ നൽകുവാനായിട്ടുള്ള ആ ഒരു പ്രചോദനവും ഈ ഒരു അനുഭവത്തിൽ നിന്നുണ്ടായി കാണണം. കാര്യം പത്രോസിനെയും അതുപോലെ അന്ത്രയോസിനെയും 2 സഹോദരന്മാരെയും യേശുക്രിസ്തു വിളിച്ച് വേർതിരിക്കുമ്പോൾ അവർ മത്സരബന്ധനത്തിൽ ആയിരുന്നു. അതിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുമ്പോൾ അവരുടെ ജീവിത ഉപാധി നഷ്ടപ്പെടുകയായിരുന്നു. അപ്പം ഈ സൗഖ്യമാക്കപ്പെട്ട സ്ത്രീയുടെ മകൾ ആശ്രയിച്ചിരുന്ന ഭർത്താവ്, അതായത് പീറ്റർ, അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം അടഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ പുറകാലെ പോകുന്നത്. യേശുക്രിസ്തു ഇവർക്കാർക്കും ശമ്പളം കൊടുത്തിട്ടില്ല. യേശുക്രിസ്തു എൻ്റെ കൂടെ പോയത് കൊണ്ട് ആർക്കും ഒരു വരുമാനവും ലഭിച്ചിട്ടുമില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം, ഒരു അമ്മായിയമ്മ എന്നുള്ള നിലയിൽ തൻ്റെ മകളെ വിശ്വസ്തയോടെ ഏൽപ്പിച്ച വ്യക്തി വരുമാന മാർഗം ഇല്ലാത്ത രീതിയിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അവർക്ക് യേശുവിനോടുണ്ടാകുന്ന ആ അമർഷം, ആ വിദ്വേഷം എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഒരു കുടുംബത്തിൽ നിന്ന് പത്രോസ് മാത്രമല്ല, സഹോദരനായ അന്ത്രയോസിനെയും കൊണ്ടുപോയി. അപ്പോൾ ആ കുടുംബത്തിലുള്ള ഒരു കൂട്ടുകുടുംബമായിരിക്കണമല്ലോ ആ സമയത്ത്. അവർക്കുണ്ടായിരുന്ന ഒരു പ്രധാന അത്താണിയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യേശുക്രിസ്തുവിനോട് നല്ല അമർഷവും പരിഭവമൊക്കെ കാണും. പക്ഷെങ്കിൽ ഈ ഒരു സംഭവം, ഈ ഇത്രയും വലിയ ഒരു പനിയിൽ നിന്ന് അവരെ വിടുവിക്കുവാനായിട്ട്, ഒരു സ്പർശനത്താൽ വിടുവിക്കുവാൻ സാധിക്കുമെങ്കിൽ ഇദ്ദേഹത്തിന് എന്തോ ദിവ്യമായിട്ടുള്ള ശക്തിയുണ്ട് എന്നവർക്ക് മനസ്സിലായി കാണണം. അതുകൊണ്ടായിരിക്കാം ഒരു തർക്കവുമില്ലാതെ അവർ നേരെ ശുശ്രൂഷയിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവം നമുക്ക് കാണിച്ചു തരുന്നത്, യേശുക്രിസ്തു സ്പർശിക്കുന്ന അല്ലെങ്കിൽ സൗഖ്യമാക്കുവാനായിട്ട് തീരുമാനിക്കുന്ന വ്യക്തികൾ, അവരുടെ മനസ്സിൽ, ചിലരുടെ എങ്കിലും മനസ്സിൽ ഒരു പരിവർത്തനം ഉണ്ടാകുകയും അവരുടെ പഴയ ആ ചിന്തകളും സ്വഭാവങ്ങളും വിട്ട് പുതിയൊരു ആത്മീയ ദർശനം ലഭിക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ പറയട്ടെ, യേശു സൗഖ്യമാക്കിയ എല്ലാവർക്കും ഈ അനുഭവം ഇല്ലായിരുന്നു. 10 പേരുടെ ലെപ്രസി സൗഖ്യമാക്കിയതിന് ശേഷം എല്ലാവരും മടങ്ങി വന്നില്ല, ഒരാൾ മാത്രമേ മടങ്ങി വന്നുള്ളൂ. അപ്പോൾ സൗഖ്യമാക്കപ്പെട്ട എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകുന്നില്ല. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മളുടെ കണ്ണുകളും നമ്മളുടെ കാതുകളും തുറക്കപ്പെട്ട ആൾക്കാരുടെ ജീവിതത്തിലേക്കാണ്. അപ്പോൾ നമ്മളും ഈ ഓരോ സംഭവ കഥകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുപോലെ തന്നെ 3 സുവിശേഷത്തിലും രേഖപ്പെടുത്തിയതുകൊണ്ട് ഇതിന് പ്രാധാന്യം എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജീവിതത്തിൽ യേശുക്രിസ്തു കടന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാതുകളും കണ്ണുകളും തുറന്നു വയ്ക്കുക. യേശുക്രിസ്തുവിനെ വരവേൽക്കുവാനായിട്ടും യേശുക്രിസ്തുവിൻ്റെ ശബ്ദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുക. അങ്ങനെയാകുന്നതോടെ യേശുക്രിസ്തു പ്രവേശിക്കുകയും നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരികയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. അപ്പോൾ ഈ ഒരു കഥയും നമുക്കെല്ലാവർക്കും ഒരു റിമൈൻഡർ ആകട്ടെ. ഇപ്പോഴും നമ്മൾ മറ്റു കാര്യത്തിൽ വ്യാപൃതരാകുകയാണെങ്കിൽ, ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കാതെ മറ്റുള്ള കാര്യങ്ങൾ വ്യാപൃതരായി പ്രയോറിറ്റൈസ് ചെയ്ത് കാതും ചെവിയും അടച്ചു വയ്ക്കപ്പെട്ട വ്യക്തികളാണ് എങ്കിൽ സമയമായിരിക്കുകയാണ് നമുക്ക് കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമ്മുടെ കാതുകളെ കൂർപ്പിക്കാം, കണ്ണുകളെ സൂക്ഷ്മതയോടെ തുറന്നു വെക്കാം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.